ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഉള്ളി കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്യാൻ പോകണം. കട്ട് ചെയ്ത ശേഷം നമുക്ക് കുക്കർ അടുത്ത് വയ്ക്കാം. കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് നമുക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, ചില സാധനങ്ങളെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സവാളയാണ് എടുത്തിരിക്കുന്നത്, വലിയ സവാളയാണ്. 3 സവാള ഞാൻ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തക്കാളി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാടി വരുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ മട്ട ഇട്ട് കൊടുക്കാം. മട്ട എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് തൈരും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു 4-5 വിസിലിന് നമുക്ക് ഒഴിച്ചെടുക്കാം. മട്ടൻ കറിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഇറക്കി വയ്ക്കാം. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അതിനുവേണ്ടി നെയ്യും ഡാൽഡ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമുക്ക് ചട്ടിയിൽ മൂപ്പിച്ചെടുക്കാം, വറുത്തെടുക്കണം. ഒരു അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം വറുത്തെടുക്കണം. ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രാമ്പു, ഏലക്ക, പട്ട, പലതരം ഐറ്റംസ് എല്ലാം നമ്മൾ നെയ്യിൽ ഡാൽഡയും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കുറച്ച് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഉള്ളി ലേശം ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് വാടണ്ട, ചെറിയൊരു ഇതിൽ ശേഷം എന്നിട്ട് അതിന് ശേഷം നമുക്ക് അരി ഒന്ന് കുതിർത്തിയ അരി നമുക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചെറുനാരങ്ങ നീര് ഇട്ട് കൊടുക്കാം. അരി ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് യൂസ് ചെയ്യണത്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് എസൻസ്, പൈനാപ്പിൾ എസൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നെയ്ച്ചോറ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മട്ടൻ കറി നെയ്ച്ചോറാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.